റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. ലോകത്തിനു മുന്നിൽ ബ്രിട്ടന്റെ അഭിമാനമായി നിലനിൽക്കുന്ന NHS ഇംഗ്ലണ്ട് നിർത്തലാക്കുമെന്ന പ്രധാനമന്ത്രി കീർ സ്റ്റാർമറുടെ പ്രഖ്യാപനം. NHS ഇംഗ്ലണ്ടിനെ റദ്ദാക്കി ഈ സ്വതന്ത്ര വിഭാഗത്തിന്റെ പ്രവർത്തനങ്ങൾ ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ ഡിപ്പാർട്ട്മെന്റിൽ കൂട്ടിച്ചേർക്കുകയാണ് ലേബർ ഗവൺമെന്റ് ചെയ്തിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ അർദ്ധ സർക്കാർ സംഘത്തിന്റെ വെടിനിർത്തലെന്നാണ് മന്ത്രിമാർ തന്നെ ഈ നീക്കത്തെ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ഈ കൂട്ടിച്ചേർക്കൽ സമാനമായ ജോലി ചെയ്തിരുന്ന NHS ഇംഗ്ലണ്ട് ജീവനക്കാരുടെയും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ജീവനക്കാരുടെയും ജോലിക്ക് ഭീഷണിയാണ്. ഏകദേശം 10,000 ജീവനക്കാർ ഇരു വിഭാഗങ്ങളിലുമായി പിരിച്ചുവിടൽ ഭീഷണി നേരിടുകയും ചെയ്യുന്നു. അതേസമയം പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം സോഷ്യൽ മീഡിയയിൽ മറ്റൊരു തരത്തിലാണ് പ്രചരിച്ചത്. ബ്രിട്ടന്റെ NHS ഹെൽത്ത് സർവീസ് അപ്പാടെ അടച്ചുപൂട്ടുന്നുവെന്നാണ് പ്രചരണം നടന്നത്. യഥാർത്ഥത്തിൽ ഹോസ്പിറ്റൽ ട്രസ്റ്റുകളുടെ പ്രവർത്തനത്തിന് മേൽനോട്ടം വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥ സംഘമായ NHS ഇംഗ്ലണ്ടിനാണ് വെട്ടുകൊണ്ടിരിക്കുന്നത്. ഹെൽത്ത് സർവീസ് സേവനങ്ങളെ തിരികെ ജനാധിപത്യ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ ഈ നടപടികൾ സഹായിക്കുമെന്ന് കീർ സ്റ്റാർമർ അവകാശപ്പെടുന്നു. NHS ഇംഗ്ലണ്ടും NHSും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ നേരിട്ട പ്രയാസമാണ് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം ആശങ്കയിലേക്ക് വഴിതിരിച്ചുവിടാൻ കാരണമായതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അയർലൻഡിലെ കോർക്കിൽ മലയാളി യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവിനെതിരെ കുറ്റം ചുമത്തി. ദീപ ദിനമണിയെ കോർക്കിലെ വീട്ടിൽ വെച്ച് കൊലപ്പെടുത്തിയ കേസിലാണ് ജയിലിൽ കഴിയുന്ന പ്രതിയായ ഭർത്താവ് റജിൻ പരുത്തിപ്പാറ രാജന് എതിരെ കുറ്റം ചുമത്തിയത്. 2023 ജൂലൈ 14 വിൽട്ടണിലെ കാർഡിനാൾ കോർട്ടിലെ വീട്ടിൽ വെച്ചാണ് ദീപയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കർണാടകയിലെ ബംഗളൂരുവിൽ സ്ഥിരതാമസക്കാരായിരുന്ന തൃശൂർ സ്വദേശികളുടെ മകളായിരുന്നു ദീപ. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ താമസമായിരുന്ന മലയാളിയാണ് റജിൻ രാജൻ. പ്രതിയായ റജിൻ രാജൻ ചോദ്യം ചെയ്യലിലും കോർക്ക് ജില്ലാ കോടതിയിൽ നടന്ന പ്രത്യേക സിറ്റിംഗിലും കൊലപാതക കുറ്റം സമ്മതിച്ചിരുന്നില്ല. കേസിന്റെ വിചാരണ ആംഗ്ലേസി സ്ട്രീറ്റ് കോടതിയിൽ മാർച്ച് 24 ആരംഭിക്കും. കോർക്കിലെ സെൻട്രൽ ക്രിമിനൽ കോടതിയാണ് പുതിയ വിചാരണ തീയതി നിശ്ചയിച്ചിരിക്കുന്നത്. വിചാരണ ഏകദേശം 3 ആഴ്ച നീണ്ടുനിൽക്കുമെന്നാണ് കരുതപ്പെടുന്നത്. സാക്ഷികളിൽ പലരും ഇന്ത്യയിലായതിനാൽ അയർലൻഡിൽ നടക്കുന്ന തെളിവെടുപ്പിന് എത്താൻ കഴിയുമോ എന്ന് വ്യക്തമല്ല എന്നാണ് കേസിൽ ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി. എന്നാൽ സാക്ഷികൾക്ക് ഓൺലൈനായി തെളിവ് നൽകാനുള്ള സാധ്യതയും പരിശോധിക്കുന്നുണ്ട്. UK ഷോപ്പുകളിൽ നടക്കുന്ന മോഷണങ്ങളും അതിക്രമങ്ങളും കുതിച്ചുയരുന്നു. കഴിഞ്ഞ വർഷം കടകളിൽ മോഷണങ്ങൾക്ക് സാക്ഷികളായെന്ന് 4% ജനങ്ങളാണ് രേഖപ്പെടുത്തിയത്. ക്രിമിനലുകൾ കൂടുതൽ അക്രമകാരികളായി മാറിയതോടെ ഷോപ്പ് ജീവനക്കാർക്ക് നേരെ ശാരീരികമായ ആക്രമവും നേരിടേണ്ടി വരുന്നതായി പൊതുജനം വ്യക്തമാക്കുന്നു. ബ്രിട്ടീഷ് റീറ്റെയിൽ കൺസോർഷ്യം നടത്തിയ സർവേയിലാണ് നോട്ടിംഗ്ഹാം റീറ്റെയിൽ കുറ്റകൃത്യങ്ങളുടെ സംസ്ഥാനമായി മാറിയെന്ന് തിരിച്ചറിഞ്ഞത്. ഇവിടെ 32% താമസക്കാരാണ് ഷോപ്പിലെ മോഷണങ്ങൾ കണ്ടതായി വ്യക്തമാക്കുന്നത്. 29% പേർ ലണ്ടനിലും മോഷണങ്ങൾക്ക് സാക്ഷിയായിട്ടുണ്ട്. സൗത്താംപ്ടൺ, ലീഡ്സ്, മാഞ്ചസ്റ്റർ എന്നിവിടങ്ങളിലും ദേശീയ ശരാശരിക്ക് മുകളിലാണ് മോഷണങ്ങൾ. അതേസമയം മറ്റ് പ്രധാന നഗരങ്ങളെ അപേക്ഷിച്ച് ലിവർപൂൾ, ബ്രൈറ്റൺ, ഷെഫീൽഡ് എന്നിവിടങ്ങളിൽ ഷോപ്പ് മോഷണങ്ങൾ താരതമ്യേന കുറവാണ് എന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. മാർച്ച് മാസം അവസാനിക്കാറായിട്ടും ബ്രിട്ടനെ വിട്ടുപോകാൻ മടിക്കുകയാണ് ശൈത്യകാലം. ബുധനാഴ്ച ബ്രിട്ടൻ ഉണർന്നത് -4 ഡിഗ്രി വരെ താപനിലയിലെത്തിയ ഒരു തണുത്തു വിറച്ച പ്രഭാതത്തിലേക്കായിരുന്നു. യോർക്ക്ഷയർ, ലെങ്കാഷെയർ, നോർത്താംബർലാൻഡ്, ഡെവറിഷെയർ എന്നിവ ഉൾപ്പെടെ 10ഓളം പ്രദേശങ്ങളിൽ ഇന്നലെ രാവിലെ 9 മണിവരെ മെറ്റ് ഓഫീസ് യെല്ലോ വാർണിംഗും പ്രഖ്യാപിച്ചിരുന്നു. ഇന്ന് കനത്ത മഴയോ ആലിപ്പഴ വൃഷ്ടിയോ ഉണ്ടാകാൻ ഇടയുണ്ട് എന്ന് പറയുന്ന റിപ്പോർട്ടിൽ മഞ്ഞുവീഴ്ചയും സാധ്യതയുണ്ട് എന്നും പറയുന്നു. വഴികൾ ഐസ് മൂടി കിടക്കുന്നതിനാൽ അപകടങ്ങൾക്കുള്ള സാധ്യതയും ഏറെയാണ്. ഗ്ലാസ്ഗോയിൽ അന്തരീക്ഷ താപനില -4 വരെ എത്തിയപ്പോൾ ബെൽഫാസ്റ്റിലും കാരിഫിലും താപനില -1 ഡിഗ്രി വരെ എത്തി. താപനില 4 ഡിഗ്രിയിൽ എത്തിയ ലണ്ടനിൽ ചെറിയ രീതിയിൽ ആലിപ്പഴ വർഷവും ഉണ്ടായിരുന്നു. ആർട്ടിക് പ്രദേശത്തു നിന്നുള്ള ശീതവായു പ്രവാഹത്തിന്റെ ഫലമായി ഉണ്ടായ തണുത്ത കാലാവസ്ഥ ഇനിയും ഏതാനും നാൾ കൂടി തുടരുമെന്നാണ് മുന്നറിയിപ്പിൽ സൂചിപ്പിക്കുന്നത്. 7 നവജാത ശിശുക്കളെ കൊല്ലുകയും മറ്റ് 7 പേരെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്ത കുറ്റത്തിന് ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുന്ന ലൂസി ലൈബി എന്ന മുൻ നേഴ്സിന്റെ കേസിൽ പുതിയ വഴിത്തിരിവ്. ഗുരുതരമായ അവഗണന മൂലമുണ്ടായ നരഹത്യയ്ക്ക് ലൂസി ലൈബിക്കൊപ്പം ജോലി ചെയ്തിരുന്ന മറ്റ് ജീവനക്കാരിലേക്ക് കൂടി അന്വേഷണം നീളുന്നുവെന്നാണ് ഇന്നലെ പോലീസ് വ്യക്തമാക്കിയത്. നേരത്തെ ഒരു കോർപ്പറേറ്റ് നരഹത്യ എന്ന രീതിയിൽ തുടർ അന്വേഷണം കൂടുതൽ വിപുലമാക്കി. മുൻ നിയോ നാറ്റ്ലൻ നഴ്സ് കൊലപാതകം നടത്തി എന്ന് പറയപ്പെടുന്ന കാലഘട്ടത്തിൽ അവർക്കൊപ്പം ജോലി ചെയ്തിരുന്നവർക്കിലേക്ക് കൂടി അന്വേഷണം നീട്ടാനാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഏതൊക്കെ ജീവനക്കാരാണ് സംശയത്തിന്റെ നിഴലിൽ ഉള്ളതെന്ന് വ്യക്തമാക്കാൻ ചെഷയർ പോലീസ് വിസമ്മതിച്ചു. അതുപോലെ എത്ര പേരിലേക്കാണ് പുതിയ അന്വേഷണം നീളുക എന്നും പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. ഇത്തരത്തിലുള്ള അവഗണന മൂലമുള്ള നരഹത്യയ്ക്ക് പരമാവധി ശിക്ഷ ജീവപര്യന്തമാണ്. 2015 ജൂണിനും 2016 ജൂണിനും ഇടയിലായി 7 നവജാത ശിശുക്കളെ കൊല്ലുകയും മറ്റ് 7 പേരെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്ത കേസിൽ 15 ജീവപര്യന്തങ്ങളാണ് ലൂസി ലൈബിക്ക് വിധിച്ചിട്ടുള്ളത്. ഇനി നാട്ടിലെ വാർത്തകൾ. ലക്ഷക്കണക്കിന് സ്ത്രീകൾ ലോകമെങ്ങു നിന്നും എത്തിയ ആറ്റുകാൽ പൊങ്കാല സമാപിച്ചപ്പോൾ തിരുവനന്തപുരം നഗരം മണിക്കൂറുകൾക്കകം ക്ലീനാക്കി കോർപ്പറേഷൻ. പൊങ്കാലയ്ക്കായി കൊണ്ടുവന്ന അടുപ്പുകളും വിറകുകളും ഇലകളും എന്നുവേണ്ട സ്ത്രീകൾ ഉപേക്ഷിച്ചതെല്ലാം കോർപ്പറേഷൻ ജീവനക്കാർ ശുചിയാക്കി. കൂടാതെ പൊടിപടലമകറ്റാൻ കൃത്രിമ മഴയും പെയ്യിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ
ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ കൃത്യമായ മുന്നൊരുക്കമാണ് പൊങ്കാലയ്ക്കായി നടത്തിയത്. പരാതികൾക്കൊന്നും ഇടം കൊടുക്കാതെ പൊങ്കാല നിർവൃതിയുമായി സ്ത്രീകൾ മടങ്ങിയപ്പോൾ കോർപ്പറേഷൻ തൊഴിലാളികൾ നഗരം അതിവേഗം ശുചിയാക്കി. പൊങ്കാല ലോകത്തിന് മാതൃകയാകും വിധം സുരക്ഷിതത്വവും നഗരത്തിന്റെ ശുചിത്വവും ഉറപ്പാക്കി പൂർത്തിയാക്കാൻ സംഘാടകർക്കായത് അഭിമാനകരമായ കാര്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. മൂന്നാറിൽ സർവീസ് നടത്തുന്ന KSRTC ഡബിൾ ഡക്കർ AC ബസ് സാമ്പത്തിക ലാഭമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KV ഗണേഷ് കുമാർ. ഈ സർവീസിന് ഒരു മാസത്തിനുള്ളിൽ 13,13,400 രൂപ കളക്ഷൻ നേടാൻ കഴിഞ്ഞെന്നും മന്ത്രി വ്യക്തമാക്കി. KSRTC ജീവനക്കാർ തന്നെ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ബസ്സാണ് ഇതെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ബസ്സുകൾ ഇറക്കാനാണ് KSRTC ശ്രമിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. എറണാകുളം ഗോശ്രീ ബസ്സുകളുടെ നഗരപ്രവേശനം ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ സംസാരിക്കവെയാണ് KSRTCയെക്കുറിച്ച് സന്തോഷമുള്ള വാർത്ത മന്ത്രി പങ്കുവച്ചത്. വേതനം വർദ്ധിപ്പിക്കുമെന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനം കൊണ്ട് മാത്രം കാര്യമില്ലെന്നും ഉത്തരവുണ്ടാകാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്നും വ്യക്തമാക്കി ആശാ വർക്കർമാർ. മുൻപും ഇത്തരം വാഗ്ദാനങ്ങൾ നൽകി ആശമാരെ വഞ്ചിച്ചിട്ടുണ്ട് എന്നും അവർ പറഞ്ഞു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പലതവണ സമരപ്പന്തൽ സന്ദർശിച്ചിട്ടുണ്ട്. ഇനി വരുമ്പോൾ ഉത്തരവുമായി വരണമെന്നാണ് ആഗ്രഹം. ആശമാരും സുരേഷ് ഗോപിയും പറ്റിക്കപ്പെടരുത്. സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണം എന്നും സമരസമിതി വ്യക്തമാക്കി. സെക്രട്ടറിയേറ്റിന് മുന്നിലെ ആശാ വർക്കർമാരുടെ സമരം ഇന്ന് 33ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കത്തുന്ന വേനൽ ചൂടിന് ആശാമാരുടെ ആവേശത്തിനെ തെല്ലും കുറയ്ക്കാനായിട്ടില്ല. പലരും രോഗബാധിതരാണ്. അത്തരക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം വീണ്ടും സമരപന്തലിലേക്ക് എത്തുകയാണ്. തങ്ങളുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ടുള്ള തീരുമാനം ഉണ്ടാകാതെ സമരത്തിൽ നിന്ന് പിൻവാങ്ങില്ല എന്നാണ് അവരുടെ ഉറച്ച തീരുമാനവും. ഇനി സ്പോർട്സ് വാർത്തകൾ. UEFA ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ക്വാർട്ടർ ലൈനപ്പായി. കഴിഞ്ഞ ദിവസം നടന്ന വിവാദ മാഡ്രിഡ് നാട്ടങ്കത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ മറികടന്ന് നിലവിലെ ചാമ്പ്യന്മാരായ റയൽ മാഡ്രിഡ് അവസാന 8-ലെത്തി. ക്ലബ് ബ്രൂഗയെ ഇരുപാദങ്ങളിലുമായി 1-3 ഗോളിനാണ് തോൽപ്പിച്ച് ആസ്റ്റൺ വില്ലയും PSV ഐന്തോവനെ 9-3 മലർത്തിയടിച്ച് ആസ്റ്റണിലും ക്വാർട്ടറിലെത്തി. അവസാന 8-ൽ റയലിന് ആസ്റ്റണിലും ബയേൺ മ്യൂണിച്ചിന് ഇന്റർ മിലാനുമാണ് എതിരാളികൾ. പാരീസ് സെയിന്റ് ജെർമെയിൻ ക്വാർട്ടറിൽ ആസ്റ്റൺ വില്ലയെ നേരിടുമ്പോൾ ബൊറൂസിയ ഡോട്ട്മുണ്ടും ബാഴ്സലോണയും തമ്മിൽ കൊമ്പുകോർക്കും. ക്വാർട്ടറിലെ 2 പാദങ്ങൾ ഏപ്രിൽ 8, 15 തീയതികളിൽ അരങ്ങേറും. 112.50 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. റേഡിയോ ലൈം.